ടൈം മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നെയ്യാറ്റിങ്കര ഗോപനെ കുറിച്ചാണ്. അപ്പൊ നെയ്യാറ്റിങ്കര ഗോപൻ ഒരു ആളിന്റെ ശരീരത്ത് കൂടി, കാരണം അദ്ദേഹത്തിന്റെ പ്രേതം ആത്മാവ് ഒരാള് ദേഹത്ത് കൂടി. അപ്പൊ അദ്ദേഹം കാണിച്ച പരാക്രമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2-3 ബൈക്കുകൾ തല്ലി തകർത്തു, അതുപോലെ ആരെയൊക്കെ അടിച്ചു. അങ്ങനെ എന്തായിരുന്നാലും ഇദ്ദേഹത്തിനെ പിടികൂടി മാനസിക രോഗ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇദ്ദേഹം ഞാൻ ഗോപനാണ്, പിന്നെ അദ്ദേഹത്തിന്റെ സ്വയബോധം വരുമ്പോഴത്തേക്ക് എന്നെ രക്ഷിക്കണം എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഇതിന്റെ യഥാർത്ഥ രഹസ്യം എന്നതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ നെയ്യാറ്റിങ്കര ഗോപന്റെ കാര്യം തന്നെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, അത് ഇദ്ദേഹം നേരത്തെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു, പിന്നെ ഈ തടിപ്പണി ഉണ്ടായിരുന്നു മരത്തിൻ്റെയൊക്കെ, പിന്നെ അതുപോലെ ഇദ്ദേഹം 1-2 വെട്ടുകേസിലൊക്കെ പ്രതികളാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചരിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ പിൻ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പം മരിച്ചത് തന്നെ, അതിപ്പം മരിച്ചതിന് ശേഷം കൊണ്ടുവന്ന് സമാധി ഇരുത്തിയതാണോ അതോ അല്ലാതെ പോയിരുന്ന സമാധി ആയതാണോ എന്നുള്ള സംശയങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് കേൾക്കുന്നത് തന്നെ. അപ്പൊ ഈ ഭാര്യ, അതായത് ഈ ഗോപന്റെ ഭാര്യ പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അവര് ഈ ഗോപനെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പോ ഈ മക്കള് പറയുന്നതും വ്യത്യസ്തമായ രീതിയിൽ, അതുപോലെ നാട്ടുകാർ പറയുന്നതും വ്യത്യസ്തമായ രീതിയിൽ. അപ്പൊ ഏതാണ്? അപ്പൊ അവര് പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് മൂന്ന് ലെവലിലാണ് അത് പറയുന്നത്. അപ്പോഴത്തേക്ക് അതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംശയകരമായ രീതിയിൽ അങ്ങനെയും ഉണ്ട്. പിന്നെ ഒരാളെ ശരീരത്ത് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയൊരു ആരും തിരിച്ചു വരികില്ല എന്നതാണ് നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത്. മരിച്ചു പോയവരാരും ഇതുവരെയ്ക്കും തിരിച്ചു വന്നിട്ടില്ല. കാരണം ആ സൃഷ്ടിപ്പ് അത് അങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വീട്ടിനടുത്തായി ഒരു മുസ്ലിം സ്ത്രീ മരിക്കുകയുണ്ടായി. തൊട്ടടുത്തൊരു ഹിന്ദു സ്ത്രീയുമായിട്ട് അവര് കൂട്ടിലാണ്, അതേ പ്രായക്കാരാണ്, അതേ കൂട്ടുള്ള ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സേ ഉള്ളൂ രണ്ടുപേർക്കും. അപ്പൊ ഈ 15ാമത്തെ വയസ്സിലാണ് ഈ കുട്ടി കയറി തൂങ്ങി മരിക്കുന്നത്. അന്ന് എനിക്കൊരു 30 വർഷത്തിന് പിറകിലാണ് ഈ നടന്നിരിക്കുന്ന സംഭവം തന്നെ. അങ്ങനെ സ്ഥലം പറയില്ല, ആളിനെയും പറയില്ല, പക്ഷെ എൻ്റെ നല്ല ഒരു ചെറുപ്പകാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പൊ ദൃസാക്ഷിയാണ് ഞാൻ. അപ്പൊ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്, നമ്മളെ സ്നേഹിതന്മാരാണ്, അടുത്തായിട്ട് ബന്ധുക്കളായിട്ടും വരും. അങ്ങനെ ഈ കുട്ടി ഒരു 15ാമത്തെ വയസ്സിൽ അവരെ വീട്ടിന്റെ മുറിക്കകത്തുള്ളിൽ തന്നെ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തുള്ള ഈ ഹിന്ദു സ്ത്രീയായ കുട്ടി, ഇതിന്റെ കൂട്ടുകാരിയായിരുന്നു. ഈ കൊച്ചു സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും അത് കാണിക്കുന്ന കോപ്രായങ്ങളെ മുഴുവനും കാണിക്കുകയും എല്ലാം ചെയ്യും. അപ്പോ ആ കുട്ടി ഇതിന്റെ ദേഹത്ത് കൂടിയതാണ് എന്നുള്ളൊരു സംസാരം അന്നുണ്ടായി. അങ്ങനെ പിന്നെ ഈ കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് അന്ന് ഇവരെ ഈ ഹിന്ദു സ്ത്രീയുടെ ആങ്ങള എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അപ്പം ഞാനും പോയപ്പായിരുന്നു. അപ്പൊ കൊണ്ടുപോയ സ്ഥലം ഞാൻ പറഞ്ഞത് അഞ്ചലാണ്. ഒരു ഉസ്താദിനെ കാണാനാണ് കൊണ്ടുപോയത്. കാരണം ഈ തൂങ്ങി മരിച്ച സ്ത്രീ മുസ്ലിമാണ്. അങ്ങനെ അഞ്ചൽ കൊണ്ടുപോയി ഒരു ഉസ്താദിനെ അത് കാണിക്കും. അദ്ദേഹം ഇതിനെയൊക്കെ ഒഴിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കാറിനകത്ത് കയറ്റിയാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അപ്പോഴും പിന്നെ മൂളലും അമറലും കാര്യങ്ങൾ പറച്ചിലും മറ്റേ കൊച്ചു പറയുന്നതൊക്കെ അതെല്ലാം ഞാൻ ദൃസാക്ഷിയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഈ കൊച്ചിനെ അതിനകത്ത് കയറ്റി കുറെ ദിക്കറും കാര്യങ്ങളും അതുമൊക്കെ കുറച്ച് ഒതലും അതുമൊക്കെ എല്ലാം നടത്തി ഒരു വിധമൊക്കെ അത് ശാന്തമായി. അങ്ങനെയൊക്കെ ഒരു 1-2 മണിക്കൂറുകളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്കൊരു സംശയം. അപ്പൊ എനിക്ക് ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ, മരിച്ചു പോയവരാരും തിരിച്ചു വരികയില്ല എന്ന് ദൈവം നമ്മളെ അറിയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ്
ഈ കുട്ടി പിന്നെ ഇതിനകത്ത് തന്നെ കയറിയത്? ഈ കുട്ടി അതുപോലെയല്ലേ സംസാരിക്കുന്നത് എന്നെനിക്കൊരു സംശയം എനിക്ക് വന്നു. പിന്നെ അല്ലാതെ പിന്നെ ഇതിപ്പം അതുപോലെയല്ലേ സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഉസ്താദിനോട് രഹസ്യമായി തന്നെ ഞാൻ ചോദിച്ചു, ഉസ്താദെ, ഇതുപോലെ നമ്മളെ സൃഷ്ടാവ് പറഞ്ഞിരിക്കുന്നത് മരിച്ചു പോയവരാരും പിന്നെ തിരിച്ചു വരികില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ കുട്ടി അതുപോലെ തന്നെയല്ലേ സംസാരിക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നത്. അതിന്റെ അതേ പ്രവൃത്തികളും കാര്യങ്ങളും ആണല്ലോ നടത്തിയത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ശരിയാണ്. അപ്പൊ ഉസ്താദും പറഞ്ഞു തന്നു, അത് ശരിയാണ്, മരിച്ചവർ പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല, തിരിച്ചു വരത്തുമില്ല. അപ്പൊ ഈ കുട്ടിയുടെ ദേഹത്ത് ഈ കുട്ടിയുടെ രഹസ്യങ്ങൾ അറിയാവുന്നത് ഷെഗുത്താൻ മാത്രമാണ്. അപ്പൊ ഈ ഷെഗുത്താനാണ് ആ ദേഹത്ത് കൂടിയിരിക്കുന്നത്. ആ ഷെഗുത്താനെയാണ് നമ്മൾ ഒഴിപ്പിക്കുന്നത് എന്ന് ആ ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഷെഗുത്താൻ എന്നുള്ള ഒരു വൻ നമ്മളെ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹിന്ദുക്കളോ ഇവിടെയുള്ള മനുഷ്യർക്കോ ഒന്നും നമുക്ക് യാതൊരു വിരോധങ്ങളുമില്ല. ഒരു മുസ്ലിമാനും അങ്ങനെ വിരോധം വെക്കേണ്ട കാര്യങ്ങളുമില്ല. നമ്മളെ ശത്രു എന്ന് പറയുന്നത് ഷെഗുത്താൻ മാത്രമാണ്, ഷെഗുത്താനാണ്. അപ്പൊ കാരണം ദൈവം എല്ലാ മനുഷ്യർക്കും ആഹാരം നൽകുന്നുണ്ട്. അവരെ എല്ലാവരെയും പോറ്റി വളർത്തുകയും അവരെ എല്ലാവരെയും നല്ലതുപോലെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ എന്തിനാണ് അവരെ വിരോധത്തിനെ ഒഴുകി പോകുന്നത്? അതിന്റെ ഒരു കാര്യങ്ങളുമില്ല. അപ്പൊ ദൈവം അവര് സൃഷ്ടിച്ചു, അത് തന്നെ കൊണ്ടുവന്ന് ഈ നിലയിൽ അവരെ എത്തിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഇതാണ് അതിന്റെ സത്യം. കാരണം ഇനി ഗോപൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു തട്ടിപ്പാണോ അല്ലോ അതും അറിയത്തില്ല. എന്തായിരുന്നാലും നമ്മൾ നല്ല നിലയിൽ നമ്മൾ ചിന്തിച്ച് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് നമുക്കിപ്പം അത് പറയാൻ അതൊക്കെ ചുമ്മാതെ ആയിരിക്കാം എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ നമുക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിന്റെ ഈ പറഞ്ഞ ഉദാഹരണം അത് തന്നെയാണ്. ഇതിന്റെ രഹസ്യങ്ങൾ അറിയുന്നതെല്ലാം ഷെഗുത്താനാണ്. ആ ഷെഗുത്താൻ ചിലപ്പോൾ കയറിയെന്ന് വരാം, സംസാരിപ്പിച്ചെന്ന് വരാം, അങ്ങനെയൊക്കെ പലതും സംഭവിച്ചെന്ന് വരാം. പിന്നെ ഇത് അയാൾ അഭിനയിക്കുന്നതുമായിരിക്കാം. എന്തായിരുന്നാലും ശരി തന്നെ, ഇത് ഗോപന്റെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കാതെ അത് ഒന്നിലൊന്നായിട്ട് അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ശരി തന്നെ, അത് ഇനിയിപ്പോൾ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇനിയും വരാനുണ്ട്. കാരണം എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കംപ്ലീറ്റ് ആയി വന്നിട്ടില്ല. വരുമ്പോഴത്തേക്ക് അറിയാം ഇത് കൊന്നതാണോ അതോ മരിച്ചതിന് ശേഷം കൊണ്ടുവന്ന് ഇരുത്തിയതാണോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പം പലരും ഇതിനകത്ത് യൂട്യൂബിനകത്ത് പലരും വന്ന് പറയുന്നുണ്ട് അദ്ദേഹം കാണിക്കുന്നത് അഭിനയമാണ്, അദ്ദേഹത്തിന് നല്ല ചൊറിയണം വെച്ച് ദയിപ്പിക്കണം, അല്ലെങ്കിൽ നല്ല അടി കൊടുക്കണം, അപ്പോഴത്തേക്ക് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ. അവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള എനിക്ക് അറിയാവുന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒന്ന് നമ്മളെ നാട്ടിൽ ഞാൻ ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അനുഭവമാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ട കാര്യവും ഞാൻ കൂടെ കൊണ്ടുപോവുകയും ഒഴിപ്പിക്കുകയും ചെയ്തതാണ്. പിന്നെ അതിനെ കൊണ്ടുപോവുകയും വീണ്ടും ഇതുപോലെ ഒഴിപ്പിച്ച് അതിനിപ്പം അതിനെ വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി, ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം എത്രയോ കാലങ്ങളായി. ആ ഇടയ്ക്ക് അങ്ങനെ അത് സംസാരിക്കുന്നത് പോലെ തന്നെ ആ പെൺകുട്ടി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പം അതിനെ വിവാഹം കഴിച്ചു, ആ കുട്ടികളൊക്കെ ആയി. ഇപ്പം അവരൊക്കെ നല്ല ലെവലിൽ അടിപൊളി വലിയ ലെവലിൽ ഇപ്പം ജീവിക്കുകയാണ്. വലിയ ലെവലിൽ നമ്മളെക്കാളൊക്കെ വലിയ വലിയ ലെവലിൽ അവർ എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉണ്ട്. അന്ന് ഞാൻ ആ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ്, ഒരിക്കലും ഇല്ല, മരിച്ചു പോയവരാരും തിരിച്ചു വരില്ല. പക്ഷെ ആ മരിച്ചവന്റെ സത്യങ്ങളും അവന്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഷെഗുത്താനാണ്. ആ ഷെഗുത്താനാണ് ഈ കുട്ടിയുടെ ദേഹത്ത് കൂടിയത്. ആ ഷെഗുത്താനെയാണ് നാം ഒഴിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽപ്പുണ്ട്. നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല, നമുക്ക് തോന്നുന്നത് മാത്രമല്ല. ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്, നിങ്ങൾ എങ്ങനെ ഇത് കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നെ കാണുന്നു? അപ്പോൾ ഇതെല്ലാം ഒരു 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 അദൃശ്യമായ ഒരു കാര്യങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ വിശ്വസിക്കണം എന്നല്ല, എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കുറെ കാര്യങ്ങളൊക്കെ കള്ളങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളുമാണ്. എനിക്ക് ഈ മന്ത്രവാദത്തിനോടോ അല്ലെങ്കിൽ മന്ത്രവാദികളോടോ അല്ലെങ്കിൽ മറ്റതിനൊന്നും ഞാൻ പ്രോത്സാഹിക്കത്തുമില്ല. ഇതെല്ലാം കള്ളത്തരങ്ങളുമാണ്, ഈ മന്ത്രവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും. അത് ഇന്നും എതിർക്കപ്പെടുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്നത് മന്ത്രവാദത്തിന്റെ പേരിൽ നടക്കുന്ന കൊലകളും കൊള്ളകളും പിടിച്ചുപറികളും അതുപോലെ എത്രയോ കൊച്ചുകുട്ടികളെ കഴുത്ത് വരെ അറുക്കാൻ യവന്മാര് കൂട്ടി നിൽക്കുന്നു. അങ്ങനെയുള്ള അപ്പം മന്ത്രവാദങ്ങളെല്ലാം നിശബ്ദമാക്കിയിരിക്കുകയാണ് നമ്മളെ ഈ
മുസ്ലിം മതത്തിൽ മന്ത്രവാദമില്ല, മന്ത്രവാദം എല്ലാം നിഷിദ്ധമാക്കി അത് നടത്തുന്നവൻ കാലാകാലം നരകത്തിലേക്ക് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവൻ അങ്ങനെയൊക്കെയുള്ള. അപ്പം ഏത് മന്ത്രവാദിയിലേക്ക് ചെന്നാലും ഞാൻ അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തു തരത്തില്ല, ഞാൻ തെറ്റായ പ്രവർത്തികൾ ചെയ്യൂല, ഞാൻ നല്ലതുപോലെ ചെയ്യുള്ളൂ, ഞാൻ ഷെറുകൾ മാത്രമേ മാറ്റുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ തന്നെയാണ് പറച്ചിൽ. പക്ഷെ ചെയ്യുന്നതെല്ലാം ദുഷിച്ച ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ മനുഷ്യന് പല പല രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ ഒക്കില്ല. അതായത് നമ്മളെ തങ്ങൾക്ക് തന്നെ ശുദ്രം ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ആരോ ചെയ്തു വെച്ച ശുദ്രം ഏറ്റിട്ടുണ്ടെന്നാണ്. ഈ ലോകം സൃഷ്ടിക്കാൻ ഇടപെട്ട അദ്ദേഹത്തിന് ആ മനുഷ്യന് അത് ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നിസാരപ്പെട്ട പുഴുക്കളായ നമുക്ക് ഏക്കില്ല എന്നെന്താണ് പറയാൻ കഴിയുക? അതുകൊണ്ട് പ്രശസ്തമായ, അതായത് ഏറ്റവും വലിയ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ശെകുത്താൻ മാത്രമാണ്, അല്ലാതെ മനുഷ്യരല്ല. ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന മൊത്തവും ശെകുത്താൻ മാത്രമാണ്. ആ ശെകുത്താന് അടിമപ്പെടാതിരിക്കുക. ആ അടിമപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മളായ ലെവൽ ജീവിക്കുക. അതാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗം. എനിക്ക് എൻ്റെ ശരീരത്തൊന്നും ആരും കയറൂല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാലത്തും ഒരുത്തന് കയറാനും കഴിയില്ല. ഒരുത്തന് കയറാനും കഴിയില്ല, കയറ്റിക്കെത്തുമില്ല. അത് എൻ്റെ ഉറച്ച വിശ്വാസമാണ്. അപ്പൊ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളായി സംസാരിക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന്. പക്ഷെ പലതുമുണ്ട് ഈ ലോകത്ത്, പല ദൃഷ്ടാന്തങ്ങളും നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഗോപന്റെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ കാര്യം എന്താണെന്നുള്ള തീർപ്പ് കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കഴിയും. എല്ലാ രഹസ്യങ്ങളും എല്ലാ കള്ളങ്ങളും എല്ലാം ഒളിയുമെന്നും സത്യങ്ങളെല്ലാം താമസിച്ചായിരുന്നാലും അത് വെളിയിൽ വരുമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ.